നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് വെള്ളം ചോദിച്ചു. അപ്പം ഞാൻ ഫോണും കുത്തിയിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു എണീറ്റ് പോയി കുടിക്കാൻ പറഞ്ഞു. ഒരുമാതിരി ഭർത്താവ് ചമ്മഞ്ഞ് വെള്ളം എടുത്തിട്ട് വാഴിയുന്നു. മുടിയെ പിടിച്ച് വലിച്ച് പിന്നെ ഇങ്ങനൊരു അടി അടിച്ചു. ജസ്റ്റ് വേദനിച്ചില്ല, കൊണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു, ഒരു വലിയൊരു കല്ല് കൊണ്ടുവന്ന് തലക്കിട്ട് അടിക്കാൻ നോക്കി. സമയമായി പണിക്ക് പോട്ടെ. വേണ്ട പോണ്ട, ഇന്ന് പണിക്ക് പോയില്ലെങ്കിൽ എങ്ങനെ നമുക്ക് വേണ്ടെന്നല്ലേ കിട്ടാനുള്ളത് മുഴുവൻ ലാവിഷായിട്ട് മേടിക്കും, തിരികെ പോരും. ഈ ചെവി കൂടെ കേട്ടത് ഈ ചെവി കൂടെ. പിന്നെ ശീലിപ്പിക്കാത്ത ഇവളുടെ അമ്മയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പെണ്ണിനെ ചൂലെടുക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ഒരു പ്ലേറ്റ് കേൾക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ഒന്നും പഠിപ്പിച്ചിട്ടില്ല. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോടത്തോളം മതി. ഇതൊക്കെ തുണി കഴുകണങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ വേണമെന്ന്. ഇപ്പൊ ഞാനാ വാഷിംഗ് മെഷീൻ വീട്ടില്. സത്യം പറ, അത് നീ അല്ലേ? തുണി ഞാൻ നിന്ന് കുളത്തിൽ പോയി അലക്കണം. അത് ഞാൻ തൂക്കാറുണ്ട്. ചേച്ചി ഉള്ളപ്പൊക്കെ തൂക്കും. പിന്നെ ചേച്ചി പുറത്തു പോകുമ്പോ എനിക്ക് റെസ്റ്റ് വേണമല്ലോ. അപ്പൊ എന്റെ അടുത്ത് പറയും, കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയും കാട്ടാനേക്കാൾ ശക്തിയുള്ള ഇവനെ നേരിടാൻ എനിക്കാവില്ലായിരുന്നു. അപ്പം അഞ്ജുവിന്റെ തുണി വിഷ്ണുവാണോ കഴുകുന്നേ? ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.